2024-25 വർഷത്തെ ലയൺസ് ഡിസ്ട്രിക്ട് 318 ഗവർണറായി ലയൺ കെ.വി. രാമചന്ദ്രൻ സ്ഥാനമേറ്റു. അതിന്റെ ഭാഗമായി ലയൺ കെ.വി. രാമചന്ദ്രൻ ഗവർണറായിട്ടുള്ള 575ഓളം വരുന്ന ഡിസ്ട്രിക്ട് ഗവർണറുടെ ക്യാബിനറ്റ് ഓഫീസർമാരുടെയും ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രവി ഗുപ്തയുടെയും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറ്റസ് തോമസിന്റെയും സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 14 ധർമ്മശാല ലെക്സോട്ടിക്ക ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും. ലയൺസ് ഇന്റർനാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഏരിയ ലീഡർ ലയൺ വി വിജയകുമാർ രാജു ഉദ്ഘാടനം ചെയ്ത് ഇൻസ്റ്റാളേഷൻ കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാന്യരെ, ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മാഹി തുടങ്ങിയ റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന 318 ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാബിനറ്റ് ഇൻസ്റ്റലേഷനും അതോടനുബന്ധിച്ച് അടുത്ത വർഷം 2024-25 ഡിസ്ട്രിക്ട് ഗവർണറുടെയും അതോടൊപ്പം തന്നെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരുടെയും സ്ഥാനാരോഹണ ചടങ്ങ് ഈ വരുന്ന ജൂലൈ 14 രാവിലെ 9:30 മണിക്ക് ലെക്സോട്ടിക്ക കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് 318 ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ 5ഓളം ഡിസ്ട്രിക്റ്റുകളിൽ ഡിസ്ട്രിക്ട് 318 എന്നറിയപ്പെടുന്ന ഈ ജില്ലയുടെ വിവിധങ്ങളായ പരിപാടികൾ, സേവന പ്രവർത്തനങ്ങൾ, അതുപോലെ ഒട്ടനവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടപ്പിൽ വരുത്തുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ ഞങ്ങളുടെ തന്നെ ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ ലയൺ വി വിജയകുമാർ രാജു PMJF നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ ലീഡറാണ്. LCIFൻ്റെ ചാർജുള്ള അദ്ദേഹമാണ് നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത്. ഗേറ്റ് ഏരിയ ലീഡർ ലയൺ അഡ്വക്കേറ്റ് A.V. വാമനകുമാർ പുതിയ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും LCIF ഏരിയ ലീഡർ ലയൺ അഡ്വക്കേറ്റ് V. അമർനാഥ് അംഗങ്ങളിൽ നിന്നുള്ള ലയൺസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലേക്കുള്ള ധനസഹായവും ഏറ്റുവാങ്ങും. ഈ വർഷം ഗ്രാമീണ മേഖലയിലെ 150-ൽ പരം സ്കൂളുകളിൽ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിയും അർഹതപ്പെട്ട 50 പേർക്കുള്ള സൗജന്യ പാർപ്പിട പദ്ധതിയും ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ 24-25 വർഷത്തിൽ ഞങ്ങൾ 8 മേഖലകളിലാണ് കൂടുതലായി സേവന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നത്. വിഷൻ, ചൈൽഡ്ഹുഡ് ക്യാൻസർ, ഹങ്കർ, എൻവയോൺമെൻറ്റ്, ഡയബറ്റീസ്, യൂത്ത് വെൽഫെയർ, ഡിസാസ്റ്റർ റിലീഫ്, ഹ്യൂമാനിറ്റേറിയൻ സർവീസ് എന്നിവക്കാണ് ഈ വർഷം മാക്സിമം പരിഗണന കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള 150ഓളം സ്കൂളുകളിൽ കുടിവെള്ളത്തിനായിട്ടുള്ള പ്ലാന്റ് നിർമ്മിച്ചു നൽകലാണ് ഒന്നാമതായി ചെയ്യുന്നത്. രണ്ടാമതായി 3 സെൻറ്റോളം ഭൂമിയുള്ള 50 പേർക്ക് സൗജന്യമായിട്ട് പാർപ്പിടം വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമുണ്ട്. കൂടാതെ കുട്ടികളിൽ വായനശീലം വർദ്ധിപ്പിക്കുന്നതിനാണ് എല്ലാ സ്കൂൾസുകളിലും ലൈബ്രറികളിലേക്ക് പുസ്തക വിതരണം. വാർത്താ സമ്മേളനത്തിൽ ലയൺ ടൈറ്റസ് തോമസ്, ലയൺ P. ഗംഗാധരൻ, ലയൺ ഷാജി ജോസഫ്, ലയൺ M. വിനോദ് കുമാർ, ലയൺ KPT ജലീൽ എന്നിവർ പങ്കെടുത്തു. ഇന്നറിയാൻ കണ്ണൂർ.